എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറ്. ഇന്ന് അതൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മലബാർ ലഗൂൺ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്യൂനട്ടും ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 4 സവോള വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ വറക്കാൻ പാടുള്ളൂ. കൂടുതൽ സമയം സവോള എണ്ണയിൽ ഇടരുത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവോള വറുത്തെടുക്കാൻ. ഇനി തീ കൂടുതലാണെങ്കിൽ ഇടയ്ക്ക് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയും വേണം. അങ്ങനെ ഈ എല്ലാ സവോളയും 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഈ സവോളയിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് വറുത്ത് കിട്ടും. 1-2 നുള്ളു പഞ്ചസാര ചേർത്താൽ മതി, കൂടുതലായി കഴിഞ്ഞാൽ അത് വല്ലാതെ മധുരിക്കും. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സവോളയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 5-6 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക. അത് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. പച്ചമുളകിന്റെ എണ്ണം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 4 മീഡിയം സൈസ് സവോള അരിഞ്ഞതും അതുപോലെ അധികം വലിപ്പമില്ലാത്ത 4 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോളയിലെ പകുതി സവോള ഇതിലേക്ക് ഇടുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ ഈ ഗരം മസാല വീട്ടിൽ പൊടിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ കൂടുതൽ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, ആകെ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി 2 ടീസ്പൂൺ ഉപ്പ്, 1 പിടി മല്ലിയില, 1 പിടി പുതിനയുടെ ഇല, 2 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1.5 കിലോ ചിക്കനും, 3-4 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള മസാലയും സവാളയും തക്കാളിയും എല്ലാം അതും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അത്രയും വരെ നമ്മൾ കൈ കൊണ്ട് ഇത് കുഴച്ചെടുക്കണം. ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ ഇറങ്ങുന്ന വെള്ളവും പിന്നെ തൈരും കൂടി മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു ബിരിയാണിയുടെ ഇല, ഒരു കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ബസ്മതി റൈസ്, ഈ റൈസ് നമ്മൾ 20 മിനിറ്റ് നേരം വെള്ളത്തിലെ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ റൈസ് 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. വേവ് കൂടാൻ പാടില്ല, 1/4 ഭാഗം മാത്രമേ വേവാൻ പാടുള്ളൂ. ബാക്കി വേവുന്നത് നമ്മൾ ഈ ബിരിയാണി ദമ്മിലിടുമ്പോൾ മാത്രമാണ്. ഇനി ഈ ചോറിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മേലെ നല്ല കട്ടിയുള്ള ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ദമ്മിടാനുള്ള ഒരു പാത്രം വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും ഗ്രേവിയൊക്കെ കൂടിയിട്ട് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. നമ്മളാകെ ഒരു ലെയർ മാത്രമാണ് ഈ മസാല ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മേലേക്ക് എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചോറും കൂടി ഒരു ലെയർ ചേർത്തിട്ടുണ്ട്. ഈ ബിരിയാണി ദമ്മിടുന്നത് ഒരു പാത്രത്തിലാകെ ഒറ്റ ലെയറായിട്ടാണ്. ഞാനിത് 2 പാത്രങ്ങളിലായിട്ടാണ് ദമ്മിട്ടിരിക്കുന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ചോറിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും, അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോള, കിസ്മിസ്, കാഷ്യൂനട്ട്, പുതിനയുടെ ഇല, മല്ലിയില, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടിയും ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കൊരു പാത്രം വെച്ച് ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കനമുള്ള എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ കല്ലോ എന്തെങ്കിലും വെച്ചാൽ മതി. കാരണം നമ്മളിതിൽ അലുമിനിയം ഫോയിലോ മൈദയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല.
ഇങ്ങനെ അടുപ്പത്ത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ദമ്മിടാൻ. ഇപ്പോൾ ഇതാ 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലെ ഈ റൈസൊക്കെ ഉണ്ടല്ലോ, മേലെയുള്ള ഈ റൈസ് എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണി ഒറ്റ ലെയർ മാത്രമായിട്ട് ദമ്മിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ മേലെയുള്ള റൈസൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനും നമ്മൾ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ മസാലയും ആവുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള മലബാർ ലഗൂൺ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണിയും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണിയുടെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.